ഷോർട്സ് നിങ്ങളെല്ലാവരും ചെയ്യാറുണ്ടല്ലേ? ചാനൽ പോകാതെ നോക്കണേ. ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. സാധാരണ ഷോർട്സ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നവർ ഒന്നുകിൽ അവർ തന്നെ ഉണ്ടാക്കിയ കണ്ടൻറ്റ് എടുത്തിടും, അല്ലെങ്കിൽ നാം കൂടുതലും കാണാറുള്ളത് പലരും കൂടുതൽ വ്യൂസ് വരാനായിട്ട് മറ്റുള്ളവരുടെ കണ്ടൻറ്റ് എടുത്ത് അതിൽ ഓഡിയോ ഒക്കെ ഒന്ന് മിക്സൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ സ്വന്തമായി വോയിസ് ഒക്കെ കൊടുത്ത് ചെയ്യുന്നതിന് വ്യൂ കുറവും, മറ്റുള്ളവരുടെ നല്ല വ്യൂസൊക്കെയുള്ള വീഡിയോസ് എടുത്തിട്ട് ചെയ്യുമ്പോൾ വ്യൂസ് കൂടുതലും കിട്ടും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്നതൊക്കെ എടുത്തിടുമ്പോൾ കുറച്ച് ഓഡിയോ ഒക്കെ കൊടുത്ത് അതിന് നല്ല വ്യൂസ് സാധാരണ കിട്ടാറുണ്ട്. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ വരുമ്പോൾ നമ്മുടെ ഈ വീഡിയോ ഒരു പക്ഷേ മറ്റുള്ളവരുടെ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ കാണിക്കും. ഈ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ എന്ന് പറയുന്നത് നമുക്ക് യൂട്യൂബ് സ്റ്റുഡിയോയുടെ അകത്ത് പോയാൽ എല്ലാവർക്കും അത് കാണാൻ സാധിക്കും. അറിയാത്തവർക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ സംഭവിച്ചാൽ ഈ കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ ഇത് കാണിച്ചാൽ നമ്മൾക്ക് ഉടനെ ഒരു സ്ട്രൈക്ക് വരാം. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് സമയത്തിനാണ് ഇടുന്നതെങ്കിൽ ഒരു പക്ഷേ ഒരു 5 സെക്കൻഡ് ആയിരിക്കും, ഒരു 10 സെക്കൻഡ് ആയിരിക്കാം. പക്ഷേ അവിടെ കോപ്പിറൈറ്റ് മാച്ച് ടൂൾസിൽ കാണിക്കുമ്പോൾ അങ്ങനെ നമ്മൾക്ക് ഉടനെ തന്നെ ഒരു സ്ട്രൈക്ക് വരും. അപ്പോൾ അങ്ങനെ അവർ ആദ്യം കോപ്പിറൈറ്റ് മാച്ച് ടൂളിൽ കണ്ടില്ലെങ്കിലും പിന്നെ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ട് ഇത് അറിയാൻ ഒരു അവസരം വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ വീഡിയോസോ കണ്ടൻറ്റോ എടുത്ത് ഉപയോഗിച്ചാൽ അതിന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഉറപ്പായിട്ടും വരും. അപ്പോൾ ഷോർട്സ് ഒരിക്കലും മറ്റുള്ളവരുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കരുത് എന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ഷോർട്സിൽ നമ്മൾ മറ്റുള്ളവരുടെ കണ്ടൻറ്റ് ഉപയോഗിക്കുമ്പോൾ യൂട്യൂബ് അതെങ്ങനെ ചെയ്യണം എന്ന് പല വഴികളും യൂട്യൂബ് തന്നെ ഈ ഷോർട്സ് നമ്മൾ അടുത്തവരുടെ ഷോർട്സ് എടുക്കുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്യണമെന്ന് യൂട്യൂബ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പുതിയ കൊളാബൊക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ റീമിക്സ് ഇതൊക്കെ ചെയ്യാം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു വീഡിയോ യൂട്യൂബിൽ നിന്നും ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ഷോർട്സ് ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ യൂട്യൂബിൻ്റെ ഈ ഫെയർ യൂസ് പോളിസി എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫെയർ യൂസ് എന്നൊക്കെ യൂട്യൂബ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നമ്മളിപ്പോൾ കൊളാബ് കുറച്ച് പേരുമായിട്ട് ക്രിയേറ്റേഴ്സുമായിട്ട് കൊളാബൊക്കെ ചെയ്യുമ്പോഴേക്കും അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ അതിലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കൊളാബ് വീഡിയോ എന്ന് പറഞ്ഞാൽ പല ക്രിയേറ്റേഴ്സും ഒരു കുറിപ്പിട്ട സമയം പറഞ്ഞിട്ട് ഒരാളുടെ വീഡിയോ കഴിയുമ്പോഴേക്കും അടുത്തയാളുടെ അങ്ങനെ വരിയായിട്ട് അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്രിയേറ്റർ ഇതുപോലെ തന്നെ വേറൊരു വീഡിയോ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ വന്നാൽ അതിൽ കൂടെ പങ്കെടുത്തിട്ടുള്ള നമ്മളുടെ ചാനൽക്കും അതിൽ പ്രശ്നം വരും. അപ്പോൾ ഇതിലെന്താ ചെയ്യേണ്ടത്? കൊളാബൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും സ്വന്തം വീഡിയോ തന്നെ ഉപയോഗിക്കുക എന്നതാണ്. അപ്പോൾ റീമിക്സിലും ശരി യൂട്യൂബ് പോളിസിക്ക് അനുസരിച്ചിട്ടല്ല ഷോർട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊളാബ് ഇതുമൊക്കെ ഈ വിധത്തിൽ ചെയ്യുമ്പോൾ അത് നമ്മുടെ ചാനലിനെയും പ്രതികൂലമായിട്ട് ബാധിക്കും. അപ്പോൾ ഈ ഷോർട്സൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായി ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പല ക്രിയേറ്റേഴ്സും ഒരുപാട് പേര് ഈ ഷോർട്സ് ചാനൽ മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതുവഴി മോണിറ്റൈസേഷൻ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 2 രീതിയിലുള്ള മോണിറ്റൈസേഷനാണ് നമുക്ക് യൂട്യൂബിൽ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് ലോങ് വീഡിയോ വഴി, അതിനാണെങ്കിൽ ഈ 4000 ഫുൾ മോണിറ്റൈസേഷന് 4000 വാച്ച് അവേഴ്സും 1000 സബ്സ്ക്രൈബേഴ്സും ആവശ്യമാണെങ്കിൽ ഈ ഷോർട്സ് വെച്ച് നമ്മൾ മോണിറ്റൈസേഷൻ ചെയ്യുമ്പോൾ ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സും 10 മില്യൺ
വ്യൂസ് ഷോർട്സിൽ നിന്നും വരുമ്പോഴാണ് നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടുന്നത്. പിന്നെ കുറച്ച് പേർ എന്നോട് സംശയം ചോദിച്ചിരുന്നു, ഇപ്പോൾ വന്നിട്ട് 3000 വാച്ച് അവർ 500 സബ് ഉണ്ടെങ്കിലും മോണിറ്റൈസേഷൻ ആകുമല്ലോ എന്നുള്ളത്. അത് ഹാഫ് മോണിറ്റൈസേഷനാണ്. അപ്പോൾ അങ്ങനെ 3000 വാച്ച് അവേഴ്സോ 500 സബ്സ്ക്രൈബേഴ്സോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഈ സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് വഴിയിട്ടുള്ള അങ്ങനത്തെ പണം കാശുമൊക്കെ വരും എന്നല്ലാതെ ഫുൾ മോണിറ്റൈസേഷൻ വന്നാൽ മാത്രമേ യൂട്യൂബ് നമ്മുടെ വീഡിയോസിൽ പരസ്യങ്ങളെ ഇട്ടിട്ട് അങ്ങനെ പരസ്യങ്ങൾ വഴി നമ്മൾക്ക് ഡോളറൊക്കെ കിട്ടണമെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ കൂടിയേ തീരൂ. അപ്പം ആ ഒരു വ്യത്യാസം നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് 3000 വാച്ച് അവേഴ്സും 500 സബും കിട്ടിയാൽ അതേ മോണിറ്റൈസേഷനായി, ഇനി നമ്മൾക്ക് ഈ ആഡ്സെൻസ് വഴി കാശൊക്കെ കിട്ടാൻ തുടങ്ങുമെന്നാണ്. അങ്ങനെയല്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും വ്യത്യാസം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം. അപ്പോൾ വളരെ ആഗ്രഹിച്ചിട്ടും കഠിന പ്രയത്നമൊക്കെ ചെയ്തിട്ടാണ് നമ്മളെല്ലാവരും യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ഉണ്ടാക്കി ഈ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴേക്കും പെട്ടെന്നൊരു ദിവസം ഈ ഒരു കാരണം കൊണ്ട് യൂട്യൂബ് നമ്മുടെ ചാനൽ തന്നെ ടെർമിനേറ്റ് ചെയ്യാതിരിക്കാൻ നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക. ഈ ലോങ് വീഡിയോസ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ആ സ്റ്റുഡിയോയിൽ ഒരു ഓപ്ഷനുണ്ട്. വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ആയവർക്ക് നമ്മൾക്ക് മോണിറ്റൈസേഷൻ ഓൺ ഓഫ് കൊടുക്കാനായിട്ട് അതിൽ പ്രത്യേക സംവിധാനം, പ്രത്യേകം ഓപ്ഷൻ യൂട്യൂബ് സ്റ്റുഡിയോയിൽ തന്നെയുണ്ട്. പക്ഷേ ഷോർട്ട് വീഡിയോസിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിന് ഓട്ടോമാറ്റിക്കലി വന്നിട്ട് മോണിറ്റൈസേഷൻ, നമ്മൾ ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും ഈ മോണിറ്റൈസേഷൻ നമ്മൾക്ക് അതിൽ ഓൺ ഓഫ് കൊടുക്കാനുള്ള സംവിധാനമൊന്നുമില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ മോണിറ്റൈസേഷൻ ആകുന്നു. അപ്പോൾ ഇതിൽ വന്നിട്ട് നമ്മൾ എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ, ചിലർ വിചാരിക്കും അത് ഞാനൊരു 5 സെക്കൻഡല്ലേ അടുത്തവരുടെ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളൂ, അപ്പോൾ നമുക്ക് പ്രശ്നമൊന്നും വരില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നുമല്ല. ഒരു 5-10 സെക്കൻഡ് തന്നെ റീയൂസ്ഡ് വന്നാൽ പോലും നമ്മൾക്ക് യൂട്യൂബ് ചിന്തിക്കാൻ പോലും സമയം തരാതെ പെട്ടെന്ന് ആ മോണിറ്റൈസേഷൻ തന്നെ എടുത്ത് മാറ്റും. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ അങ്ങനെ മോണിറ്റൈസേഷൻ നഷ്ടപ്പെട്ടാൽ അടുത്തത് ചെയ്യേണ്ടത് എന്താണ്, റീയൂസ്ഡ് വന്നാൽ എന്താണ് അവിടെ പ്രശ്നം വരുന്നത്, ചാനലിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളതൊക്കെ ഇതിന് മുമ്പിൽ ഞാൻ പല വീഡിയോസിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കാണാത്തവർ, പുതിയതായിട്ട് വന്നിട്ടുള്ള ക്രിയേറ്റേഴ്സൊക്കെ നമ്മൾ ആദ്യമേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാതെ അങ്ങനെ ചുമ്മാ ഒരു രീതിയിൽ യൂട്യൂബിൽ മുമ്പോട്ട് പോകുന്നത് കൊണ്ട് വളരെ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പോൾ ഈ അനുഭവമുള്ളവരൊക്കെ പറയുന്ന വീഡിയോസൊക്കെ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ എന്നും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് രാവിലെ 9 മണിക്ക് ടെക്കി ലേഡി എന്ന് പറയുന്ന എൻ്റെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യുക. അതാണ് എൻ്റെ മോട്ടിവേഷൻ. എനിക്ക് ടാർഗറ്റഡ് ലൈക്സ് കിട്ടാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ. വീഡിയോസ് കാണൂ, സപ്പോർട്ട്